മയക്കുമരുന്നുമായി അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങിയ ബോട്ട് തകർത്ത US സൈന്യം 11 പേർ കൊല്ലപ്പെട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. തീരുവ ചുമത്തുന്നത് റദ്ദാക്കിക്കൊണ്ടുള്ള അപ്പീൽ കോടതി വിധിക്കെതിരെ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. Over the last few minutes, literally shot out a boat, a drug-carrying boat, a lot of drugs in that boat. We have a lot of drugs pouring into our country, coming in for a long time, and we just these came out of Venezuela and coming out very heavily from Venezuela. A lot of things. മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. മധു, ഈ മയക്കുമരുന്നുമായി നീങ്ങിയ ബോട്ട് അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന് ട്രംപ് പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ഗുഡ് മോർണിംഗ് റീജിത്ത്, ഗുഡ് മോർണിംഗ് സ്മിത. വെനിസ്വേലയിൽ നിന്ന് അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങിയ മയക്കുമരുന്ന് സംഘത്തിന്റെ ബോട്ടാണ് US സൈന്യം തകർത്തത്. ബോട്ടിലുണ്ടായിരുന്ന 11 പേരും കൊല്ലപ്പെട്ടതായിട്ട് പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. തെക്കൻ കരീബിയൻ മേഖലയിൽ അമേരിക്ക യുദ്ധക്കപ്പലുകൾ വലിയ തോതിൽ ഈ അടുത്ത കാലത്തായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1000-ഓളം സൈനികർ അവിടെ ഉണ്ട്. ഏതാണ്ട് 4500-ഓളം പേർ ഇതാകുമെന്ന് പറയപ്പെടുന്നു. അന്തർവാഹിനികളും ആണവായുധ ശേഷിയുള്ള കപ്പലുകളും എല്ലാം ഈ ഭാഗത്തായിട്ട് ഇവിടെ ഉണ്ട്. ഇവരുടെ ആദ്യ ഓപ്പറേഷൻ ആയിരുന്നു ഇത്. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ നിലയ്ക്ക് ബോട്ട് പിടിച്ചെടുക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഈ ബോട്ട് തകർത്തിരിക്കുകയാണ്. ഇത് വളരെ അപൂർവമായ ഒരു സംഭവമാണ്. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദുറോ നിയന്ത്രിക്കുന്ന ട്രെൻഡെ അഴൂഗ എന്ന് പറയുന്ന മയക്കുമരുന്ന് സംഘമാണിതെന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ കുറേ നാളായിട്ട് തുടർച്ചയായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും. ഇത് അത് മാത്രമല്ല, ഇന്ന് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് വലിയ തോതിൽ അമേരിക്കൻ മാധ്യമങ്ങളിലും ലോകത്ത് പല ഭാഗത്തും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുന്നതിന്റെ ഇടയ്ക്കായിരുന്നു. ഇതിന്റെ കാരണം മുൻ നിശ്ചയിച്ച ചില സ്കെഡ്യൂളുകൾ കഴിഞ്ഞ ആഴ്ച അവസാനം ട്രംപ് റദ്ദാക്കിയതോടുകൂടിയാണ് ഇത്തരം സംശയങ്ങൾ ഉയർന്നത്. പക്ഷേ ഇന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ താൻ പൂർണ്ണ ആരോഗ്യവാൻ ആണെന്ന് ട്രംപ് പറഞ്ഞു. ഗുരുതരാവസ്ഥയിലാണെന്നുള്ള സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളൊക്കെ ട്രംപ് തള്ളിക്കളയുകയും ചെയ്തു. ഇത് കൂടാതെ ഈ തീരുവ ചുമത്തിക്കൊണ്ട് ഉള്ള തീരുമാനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച അപ്പീൽ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിക്കെതിരെ ഇന്ന് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി കീഴ്ക്കോടതിയുടെയൊക്കെ പക്ഷം ചേർന്നാൽ അമേരിക്ക തീരുവയുടെ പേരിൽ മറ്റ് രാജ്യങ്ങൾക്ക് ചാർജ് ചെയ്ത് ഇതിനോടകം കളക്ട് ചെയ്ത ട്രില്യൺ കണക്കിന് ഡോളർ തിരികെ നൽകേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് സുപ്രീം കോടതിക്ക് ട്രംപ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, റീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.